ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷവർമ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുമല്ലോ ചെറു ചൂടുവെള്ളം, ആ ഒരു രീതിയിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ പെടാഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത് മിസ്സായി പോയതാണ്. അപ്പോൾ അത് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കുക. പിന്നെ അതുപോലെ ഒരു വേറൊരു ബൗളിലെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2.25 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈസ്റ്റൊക്കെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടൊക്കെ പൊടി ഇങ്ങനെ വിതറിയതിൻ്റെ ശേഷം നമുക്കിതിൽ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് സമയത്തോളം ഇങ്ങനെ കുഴച്ച് എടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ സമയമോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ സമയമെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനി അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, അതുപോലെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ഇതിലേക്ക് പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൗഡർ, പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുത്തിട്ട് അതുപോലെ ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പം അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ എടുത്തിട്ട് നമുക്കിത് അതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂർ സമയം ഇതിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം വീണ്ടും അതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും ഞാൻ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ബൗളാക്കിയിട്ട് നമുക്ക് പലകയിൽ വെച്ച് പരത്തി അതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കുബൂസും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാബേജ്, കുക്കുംബർ, സവാള, മല്ലിയില, തക്കാളി, അതുപോലെ ഞാനിതിലേക്ക് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ് അത് നമുക്ക് അങ്ങനെയും ചേർക്കാം, അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചേർത്ത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പെപ്പർ പൗഡറൊക്കെ ചേർത്ത് ലാസ്റ്റ് മയോണൈസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. മയോണൈസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്താണ്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങൊക്കെ റെഡിയായി, കുബൂസൊക്കെ അങ്ങനെ ഓരോന്നും ചെയ്തെടുത്തു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. ഇനി അടുത്തായിട്ട് കുട്ടികളുടെ പഠനമാണ്. കുട്ടികളവിടെ അങ്ങനെ പഠിച്ചോളും, അവരങ്ങനെ വാച്ച് ചെയ്ത് നടന്നാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു മേലേക്ക് പോവല്ലേ, മേലേക്ക് അതായത് ടെറസിൻ്റെ മേലേക്ക് പോവുക, അവിടെ നല്ല കാറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നക്ഷത്രങ്ങളും അതുപോലെ മൂണൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കാനാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഇനി പാവല്ലേ, കുട്ടികളുടെ ഒരു താല്പര്യമില്ല, ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറിക്കാൻ ഞങ്ങൾക്കിങ്ങനെ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി, അതായത് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കേട്ടോ. മിക്സ്ചറൊക്കെ എടുത്ത് ഞങ്ങൾ മേലേക്ക് പോയി എല്ലാവരും ഇരുന്നിങ്ങനെ തിന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി നമ്മൾ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും അതിൽ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അതുപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗമായിരിക്കും. രാത്രിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഓരോ ബിസി ആയതുകൊണ്ടാണ് നമ്മളങ്ങനെയൊന്നും അത് കാണാനും ചെയ്യാനും നമ്മൾ ശ്രമിക്കാത്തത്. അപ്പോൾ മക്കളെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്റ്റാർ മൂണൊക്കെ കണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന് മേലെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. അപ്പോൾ എയറോപ്ലെയിൻ പോകണ കണ്ടപ്പോൾ ബ്രദറിനെയാണ് കേട്ടോ, എൻ്റെ അനിയനെ പറയാണ്. അനിയനിപ്പോൾ ഗൾഫിലാണ്, അവൻ പോയിട്ട് ഇപ്പോൾ 1 വർഷമാവാനായി. അപ്പോൾ അവന് എയറോപ്ലെയിൻ കാണുമ്പോൾ പറയും അനു പോവാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.